ഹലോ, വെൽക്കം ബാക്ക്. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇളനീർ പുഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് 20 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം അതൊന്ന് വെള്ളമൊഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ലപോലെ മെൽറ്റായതിന് ശേഷം നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 കപ്പ് പഞ്ചസാരയാണ്. അതിലേക്ക് 3 ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ തേങ്ങയുടെ വെള്ളം, ഇളനീര് വെള്ളത്തിലേക്ക് പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒപ്പം വെള്ളം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് പെട്ടെന്ന് തന്നെ കട്ടയാവാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ 2 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് നമ്മൾ ഇളനീര് വെള്ളം അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കാണുന്നത് നമ്മൾ ഏലക്കായുടെ പൊടിയാണ് കേട്ടോ. അത് ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇളനീരിൽ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ തേങ്ങ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്കായിട്ട് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് 20 ഗ്രാം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങയുടെ മിക്സ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് അവിടെ ആയിട്ട് കട്ട കെട്ടി പോകും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലെയർ തേങ്ങയുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇന്നലെ രാത്രിയാകുമ്പോൾ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഇളനീര് വെള്ളമാണ്. അത് ഇതാ കട്ടയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഇളനീര് വെള്ളം കട്ടയാക്കിയത് സ്ക്വയറുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യുന്ന ബൗളിലേക്ക് ആദ്യം തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഇളനീര് വെള്ളം കട്ടയാക്കി എടുത്തിട്ടുള്ളത് അതിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ബാക്കിയുള്ള ഇളനീര് വെള്ളത്തിൻ്റെ സ്ക്വയറാക്കിയ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടെൻഡർ കോക്കനട്ട് പുഡിങ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് മിനിമം 6 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക.